നമസ്കാരം. സൂര്യയുടെ കങ്കുവ ഒടുവിൽ പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ്. വൻ ഹൈപ്പായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. ആ ഹൈപ്പ് തിയേറ്ററിലും സൂര്യ ചിത്രം നിലനിർത്തുന്നുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സൂര്യയുടെ കങ്കുവ കണ്ടവർ ചിത്രത്തെക്കുറിച്ച് മോശം പ്രതികരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂര്യ നായകനായ ശിവയുടെ സംവിധാനത്തിലെത്തിയ കങ്കുവ ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ്. എന്നാൽ പൂർണ്ണമായും പീരിയഡായല്ല കഥ പറയുന്നത്. പുതിയ കാലത്തേക്ക് ഒരു സാങ്കല്പിക ലോകത്തിലെ കഥയെ സംയോജിപ്പിച്ചാണ് കങ്കുവ പുരോഗമിക്കുന്നത്. ഹൈ ഒക്ടേൻ ആക്ഷൻ സീനുകളാണ് കങ്കുവയുടെ പ്രധാന പ്രത്യേകത എന്ന് ആദ്യമേ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഫ്രാൻസിസ് എന്ന ഗോവയിലെ പോലീസിന്റെ സഹായിയായ ബൗണ്ടി ഹണ്ടറിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അയാളും മുൻ കാമുകി ഏഞ്ചലീനയും തമ്മിൽ കുറ്റവാളികളെ പിടികൂടി പോലീസിന് കൈമാറി ബൗണ്ടി കൈപ്പറ്റുന്നവരാണ്. ഇതിൽ ഇരുവർക്കുമിടയിൽ ഒരു മത്സരമുണ്ട്. അത്തരം ഒരു ബൗണ്ടി ഹണ്ടിനിടെ ഒരു ആൺകുട്ടി ഫ്രാൻസിസിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ഈ കുട്ടിയും ഫ്രാൻസിസും തമ്മിലുള്ള ബന്ധം എന്താണ്? പുരാതന കാലത്തെ 5 ദ്വീപുകളിലെ വീരനായ കങ്കുവയും ഫ്രാൻസിസും തമ്മിൽ എന്ത് എന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. ആക്ഷൻ ചിത്രങ്ങൾ എടുക്കുന്നതിൽ ഇന്നും തന്റെ കഴിവ് തെളിയിച്ച സംവിധായകനാണ് ശിവ. അതിനൊപ്പം തന്നെ വൈകാരികമായ ഒരു കണക്ഷൻ കഥയിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തിരക്കഥയാണ് ശിവയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത. അത്തരത്തിലൊരു ബന്ധവും അതിൽ നൽകപ്പെടുന്ന വാക്ക് കാക്കാനുള്ള കങ്കുവയുടെയും പിന്നീട് ഒരു ജന്മത്തിൽ ഫ്രാൻസിസും നടത്തുന്ന ആക്ഷൻ റൈഡാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയാം. തിരക്കഥയിലെ ഈ വൈകാരിക തലം എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നത് സംശയത്തിൽ തന്നെയാണ്. വളരെ വേഗത്തിൽ പോകുന്ന കഥ പറച്ചിൽ രീതിയാണ് സംവിധായകൻ അവലംബിച്ചിരിക്കുന്നത്. ശിവയുടെ മുൻ ചിത്രം വിവേകത്തിന്റെ പേസ് പലയിടത്തും തോന്നുന്നുമുണ്ട്. കഥ സന്ദർഭങ്ങളിൽ നിന്നും അതിവേഗം അടുത്ത മുഹൂർത്തത്തിലേക്ക് സംവിധായകൻ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ചിത്രം ഒരു ആക്ഷൻ പടമായി തന്നെ രൂപപ്പെടുത്തിയതാണ്. അതിനാൽ തന്നെ ആദ്യം മുതൽ ആക്ഷൻ ഒരു പഞ്ഞവും ഇല്ലെന്ന് പറയാം. അത്രയും ക്വാളിറ്റിയിൽ സംഘടന രംഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഫോറസ്റ്റ് ഫൈറ്റും കടൽ സീനുകളുമെല്ലാം ഗംഭീര ദൃശ്യാനുഭവം ചിത്രം ഒരുക്കുന്നുണ്ട്. അത് തിയേറ്റർ കാഴ്ച അർഹിക്കുന്നതുമാണ്. സൂര്യ ഒറ്റയ്ക്ക് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നു എന്ന് തന്നെ പറയാം. സഹതാരങ്ങളായി വലിയൊരു താരനിരയുണ്ടെങ്കിലും സ്ക്രീൻ ടൈമിന്റെ ഏറിയ പങ്കും സൂര്യ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഫ്രാൻസിസ് എന്ന സ്റ്റൈലിഷ് ക്യാരക്ടറിനപ്പുറം കൂടുതൽ വൈൽഡും റോയുമായ കങ്കുവ എന്ന റോളിലാണ് സൂര്യ ഗംഭീരമായി തിളങ്ങിയത്. ആക്ഷൻ രംഗങ്ങളിൽ അസാധ്യമായ കൈയടക്കമാണ് സൂര്യ പുറത്തെടുക്കുന്നത്. കരിയറിലെ തന്നെ സൂര്യയുടെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ പടമായിരിക്കും കങ്കുവ എന്നതിൽ സംശയമില്ല. വെട്രി പളനിസ്വാമിയുടെ ക്യാമറ കാഴ്ചകൾ ശരിക്കും മനോഹരമാണ്. 5 ദ്വീപുകൾ എന്ന സാങ്കല്പിക പ്രദേശത്തെ ശരിക്കും സാധ്യമാക്കിയതിൽ അത് വലിയൊരു ഘടകമാണ്. അതേസമയം സംവിധായകന് വേഗതയേറിയ ആഖ്യാനം സാധ്യമാക്കിയതിൽ അന്തരിച്ച എഡിറ്റർ റഷാദ് യൂസഫിന്റെ പങ്ക് എന്താണെന്ന് ചിത്രം കണ്ടാൽ മനസ്സിലാകും. കങ്കുവയുടെ ആക്ഷൻ സീനുകളെ പല ഘട്ടത്തിലും എലിവേറ്റ് ചെയ്യുന്നത് ദേവി ശ്രീ പ്രസാദിന്റെ പശ്ചാത്തല സംഗീതമാണ്. കങ്കുവ അതിന്റെ 1ാം ഭാഗമാണ് ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ചത്. അടുത്ത ഭാഗത്തിലേക്ക് ശക്തമായ ലീഡിട്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. പ്രേക്ഷകന് താല്പര്യമുണ്ടാക്കുന്ന ഘടകങ്ങൾ ഏറെയുണ്ട് കങ്കുവയിൽ. എന്നാൽ പ്രേക്ഷകനെ സ്പർശിക്കുന്ന രീതിയിൽ അവയെ ചിട്ടപ്പെടുത്താൻ സാധിച്ചു എന്ന സംശയം ബാക്കിയാക്കുന്നുണ്ട് ചിത്രം. എങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഒരു സൂര്യ ഷോ എന്ന നിലയിലും കങ്കുവ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ച ക്യാമിയോയും ചിത്രത്തെ അവസാനം പ്രതീക്ഷിച്ച ഹൈപ്പിൽ എത്തിക്കുന്നുണ്ട്.